നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മലയാളികൾ നിർബന്ധമായും ഈ വാർത്തയൊന്ന് കേൾക്കണം. ഷാപ്പിലെ കറി അതൊരു വലിയ നൊസ്റ്റാൾജി തന്നെയാണ്. ലോകത്തെവിടെ പോയാലും പ്രത്യേകിച്ച് പ്രവാസികൾ തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ പഴയ ആ ഷാപ്പിലെ കറിയൊന്ന് തൊട്ട് കൂട്ടാനായി ചെല്ലും. ഷാപ്പിലെ കറിക്കൊരു പ്രത്യേക രുചിയുണ്ട്. നല്ല എരിവൊക്കെ കൂട്ടി അടിപൊളിയായി തലക്കറി. അയ്മനത്തുള്ള 900 ചിറ ഷാപ്പിലേക്ക് പലപ്പോഴും ഭക്ഷണം കഴിക്കാനായി കുടുംബസമേതം ആളുകളെത്തും. കുമരകം ഭാഗത്തെ ഷാപ്പുകളിലൊക്കെ ഇങ്ങനെ നല്ല തിരക്കാണ്. വലിയ ചിലവൊന്നുമില്ല. ഷെഡ് കെട്ടി ഷാപ്പിന് പുറത്തേക്കൊക്കെ ആളുകളിരിക്കും. അവിടെ ഇരുന്ന് ഷാപ്പിലെ കറിയുടെ ടേസ്റ്റ് ആസ്വദിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില വസ്തുതകളുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വലിയ പരിശോധനകളൊന്നും ഇത്തരം ഷാപ്പുകളിലില്ല. ഇരുട്ടുമുറി പോലുള്ള അടുക്കള. ഇപ്പോഴിതാ 900 ചിറ ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ ശാരീരിക സ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന യുവാവ് മരിച്ചു. ഇതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന ഷാപ്പിൽ നടക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ആ ഷാപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. കുമരകം പള്ളിക്കോടം പറമ്പിൽ ജ്യോതിഷ് എന്ന 41കാരനാണ് മരിച്ചത്. ജ്യോതിഷിനൊപ്പം ഭക്ഷണം കഴിച്ചവരൊക്കെ ആശുപത്രിയിൽ. ഇതാണ് ആ ഷാപ്പിൻ്റെ ദൃശ്യം. വെളിച്ചം കയറാത്ത അടുക്കള. പാത്രങ്ങൾ മുറ്റത്ത് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു. ഷാപ്പിന് ചുറ്റും പരന്നൊഴുകുന്നത് ചെളിവെള്ളമാണ്. നട്ടുച്ചയ്ക്ക് പോലും വെളിച്ചം കയറാത്ത അടുക്കള. അതിനകത്ത് ഒരു ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും വയ്യ. പാചകം ചെയ്തതിന് ശേഷം പാത്രങ്ങളൊക്കെ മുറ്റത്തേക്ക് വലിച്ചിടും. അവിടെ ചെളിയിൽ പുതഞ്ഞു കിടക്കും. ഷാപ്പിലുണ്ടാക്കിയ തലക്കറിയിൽ നിന്നാണ് ആ യുവാവിന് ഭക്ഷ്യവിഷബാധയേറ്റത്. വലിയ പേരുള്ള ഷാപ്പാണ് 900 ചിറ ഷാപ്പ്. താരതമ്യേന ഭേദമെന്നൊക്കെ നാട്ടുകാർ പറയും. എന്നാൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഭാഗത്ത് മാത്രമേ ഇത്തിരി വൃത്തിയുള്ളൂ. കുമരകത്ത് വിനോദസഞ്ചാരത്തിനെത്തുന്നവരുടെ ഒരു വലിയ വീക്ക്നെസ്സാണ് 900 ചിറ ഷാപ്പ്. വലിയ രുചിയെന്നൊക്കെയാണ് ഈ ഷാപ്പിലെ കറികളെക്കുറിച്ചുള്ള പെരുമ. ഇനി ആ ഷാപ്പിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കൂ. ചെളിയൊക്കെ അടിഞ്ഞുകൂടി ഒഴുകുന്ന ഒരു തോട്ടിലെ കലക്കവെള്ളം. ഈ കലക്കവെള്ളമാണ് ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. പാത്രങ്ങൾ കഴുകിയിരിക്കുന്നതൊക്കെ ഈ കലക്കവെള്ളത്തിൽ. ഷാപ്പിൽ നിന്നും മാലിന്യം ഈ തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത്. അടുത്തുള്ള പല വീടുകളിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഈ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റിയ പാടമാണ് മറ്റൊരിടത്ത്. പാടത്തെ രാസവളവും കീടനാശിനിയും കലർന്ന വെള്ളം. ഈ വെള്ളത്തിലാണ് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ കഴുകുന്നത് എന്ന് തിരിച്ചറിയുക. 20 വർഷമായി കള്ള് ഷാപ്പ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. സാധാരണ ഭക്ഷണമൊക്കെ കഴിച്ചു പോയാൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടും. ആളുകൾ ചികിത്സ തേടും. ഒരു യുവാവ് മരിച്ചതുകൊണ്ട് ഇത് പുറം ലോകമറിഞ്ഞു. ഷാപ്പിൽ 5 ജീവനക്കാരാണുള്ളത്. എന്നാൽ ഇന്നലെ ഭക്ഷ്യവകുപ്പ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അന്യസംസ്ഥാനക്കാരനായ ഒരു തൊഴിലാളി മാത്രം. ശനിയാഴ്ച നൽകിയ ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. വിവരം അപ്പോൾ തന്നെ ഉടമകൾ അറിഞ്ഞു. എന്നാൽ അന്നും ഷാപ്പ് പ്രവർത്തിച്ചു. കേരളത്തിലെ ഷാപ്പുകളിലേക്ക് എത്തുന്ന കള്ളിൻ്റെ ഗുണനിലവാരമൊന്നും സർക്കാർ പരിശോധിക്കുന്നില്ല. മിക്ക സ്ഥലങ്ങളിലും കലക്കാണ്. കുറച്ച് പനയൊക്കെ ചെത്തും. പിന്നെ എന്തോ ഗുളികയൊക്കെ കലക്കി ഒരുതരം വെള്ളം പോലെയുള്ള ദ്രാവകം. അതാണ് കള്ള് ഷാപ്പിൽ നിന്ന് കൊടുക്കുന്ന കള്ള്. ഈ കള്ളൊക്കെ കുടിച്ച് വഴിയരികിൽ തൂങ്ങിക്കിടക്കും പലരും. നല്ല കള്ള്, അത് ഗുണനിലവാരമുള്ള കള്ള് ഈ ആളുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ ഷാപ്പൊക്കെ എന്നേ നല്ല നിലയിലായേനെ. പരമാവധി ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഇത്തരം മാഫിയകളുടെ ലക്ഷ്യം. ഇപ്പോഴിതാ ഷാപ്പിലെ കറികളും അതിനേക്കാൾ ഭയാനകം. എന്തെങ്കിലും ദുരന്തം നടന്നതിന് ശേഷം മാത്രമേ അധികൃതർ കണ്ണു തുറക്കൂ. അതുതന്നെയാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഉണ്ടായ അയ്മനം പരിപ്പ് 900 ചിറയിലെ ഷാപ്പിൻ്റെ കാര്യത്തിലും അധികൃതർ സ്വീകരിച്ചത്. ഇപ്പോൾ ഷാപ്പിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ റിപ്പോർട്ട് നൽകി. ഏതെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥൻ ഷാപ്പിൽ കയറി പരിശോധനയ്ക്കെത്തിയാൽ ഷാപ്പ് മാഫിയ അവരെ ആക്രമിച്ചോടിക്കും. പൊളിറ്റിക്കൽ നേതാക്കളൊക്കെ ഷാപ്പുകാർക്ക് പിന്നിൽ അണിനിരക്കും. ഇതാണ് തങ്ങളുടെ മുഖ്യ വിഷയമെന്ന് എക്സൈസുകാർ പറയുന്നു. പോലീസും എക്സൈസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷാപ്പിന് ചുറ്റുപാടുമുള്ള വൃത്തിഹീനമായ സാഹചര്യം കണ്ട് മനസ്സിലാക്കിയത്. ഒപ്പം അടുക്കളയെന്ന് പറയാൻ പോലും കഴിയില്ല. പശുത്തൊഴുത്തൊക്കെ ഇതിനേക്കാൾ എത്രയോ ഭേദം. കറിയിൽ ഉപയോഗിക്കുന്ന ചേരുവകളുടെ 22 സാമ്പിളുകൾ ഷാപ്പിൽ നിന്ന് കിട്ടിയെന്നും ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ അനസ് പറഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളിക്ക് ഈ ചേരുവകളെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. ഭക്ഷണമുണ്ടാക്കുമ്പോൾ ഈ ചേരുവകളിൽ ഓരോ സ്പൂൺ വീതം ഇടാനുള്ള നിർദ്ദേശമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് അന്യസംസ്ഥാന തൊഴിലാളി പറയുന്നു. 41കാരനായ ഒരു യുവാവിനെയാണ് ഇപ്പോൾ ഷാപ്പിലെ കറി കൊന്നെറിഞ്ഞത്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ചൂളഭാഗം പള്ളിക്കൂട പറമ്പിൽ വീട്ടിൽ ജ്യോതിഷിൻ്റെ മൃതദേഹം എത്തിച്ചു.
മക്കളായ രുദ്രപാല, രുദ്രതീർത്ത് എന്നിവരുടെയും ഭാര്യ വീണയുടെയും അലമുറയിട്ടുള്ള കരച്ചിൽ. ഒരു നാട് തേങ്ങുന്ന കാഴ്ച. പലയിടങ്ങളിൽ നിന്നായി ഒരുമിച്ച് ചേർന്ന കൂട്ടുകാരാണ് ജ്യോതിഷിനൊപ്പം ഷാപ്പിലെത്തി ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ള അരുൺ ബാബു, ആകേഷ് കൃഷ്ണ, CN നിഖിൽ എന്നിവർ ജ്യോതിഷിൻ്റെ ബന്ധുക്കൾ. ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്ന് കളിച്ച് ജീവിച്ച കൂട്ടുകാർ. അവരിൽ ഒരാൾ ഞങ്ങൾക്കൊപ്പമില്ല എന്ന് കൂട്ടുകാർ തിരിച്ചറിയുന്നു. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന അരുൺ അവധിക്കെത്തിയതിൻ്റെ ഭാഗമായി സുഹൃത്തുക്കൾ കുമരകത്തെ ഹോം സ്റ്റേയിൽ ഒത്തുചേർന്നു. അവിടെ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 900 ചിറയിലെ ഷാപ്പിലെത്തുന്നു. അരുണും ആകേഷും മീൻചാറാണ് കഴിച്ചത്. തുടർന്ന് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. അർദ്ധരാത്രിയോടെ ഛർദിയും വയറിളക്കവും. എല്ലാവരെയും കുമരകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില വഷളായതോടെ ജ്യോതിഷിനെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒടുവിൽ ഇന്നലെ രാത്രി 8:30 ജ്യോതിഷ് മരിക്കുന്നു. ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നല്ല നാടൻ ഭക്ഷണം കഴിക്കാം എന്ന ആഗ്രഹത്തോടെയാണ് പലരും ഷാപ്പിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോകുന്നത്. കുടുംബസമേതം ഷാപ്പിലെത്തുന്ന കാഴ്ച പലപ്പോഴും കൗതുകമുണർത്താറുണ്ട്. ഇപ്പോൾ മിക്ക ഷാപ്പുകളിലും ഫാമിലി ഇടങ്ങളുണ്ട്. ഷാപ്പുകാരുടെ കച്ചവടം പണ്ടത്തേതുപോലെയല്ല. ലക്ഷങ്ങളാണിപ്പോൾ. അവർക്ക് GST ഒന്നും കൊടുക്കേണ്ടതില്ല. യാതൊരുവിധ ഭക്ഷ്യസുരക്ഷ ചട്ടങ്ങളും പാലിക്കാതെയാണ് ഈ ഷാപ്പുകളിലെ അടുക്കളയുടെയും ഭക്ഷണ വിതരണത്തിൻ്റെയും രീതികൾ. ട്രോളിംഗ് നിരോധന സമയത്ത് പോലും കടൽ മത്സ്യങ്ങളായ വറ്റ, മോത, ഓലക്കൊടിയൻ തുടങ്ങിയ മീനുകളുടെ തലക്കറിയൊക്കെ ഷാപ്പുകളിൽ കിട്ടും. കാരി, കൂരി, വരാൽ തുടങ്ങിയ നാടൻ മീനുകളും സുലഭമായി കിട്ടും. കരിമീൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ, വിവിധ ഇറച്ചിയും പോട്ടിയുമൊക്കെ ഷാപ്പുകളുടെ ഒരു പ്രത്യേകതയാണ്. രുചി കൂടാൻ മീൻകറിയും തലക്കറിയും ഒരു ദിവസം മുൻപേ ഉണ്ടാക്കി വയ്ക്കും. പോട്ടിയൊക്കെ ശരിയായ വിധത്തിൽ കഴുകിയാണോ ഇവർ തരുന്നത് എന്നിപ്പോൾ സംശയിക്കണം. ഭക്ഷണം കഴിക്കാനെത്തുന്നവർ ദയവായി ചില കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷ്യസുരക്ഷ ലൈസൻസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഷാപ്പിൻ്റെ ലൈസൻസും പ്രദർശിപ്പിച്ചിരിക്കണം. ഷാപ്പിൽ ഉപയോഗിക്കുന്ന വെള്ളം വാട്ടർ അതോറിറ്റി ലാബിൽ പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവണം. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ പാക്കേജ്ഡ് കുടിവെള്ളം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുക. സാധാരണ ഭക്ഷണശാലകളൊക്കെ പ്രവർത്തിക്കുന്നത് കൃത്യമായ ഫ്രീസർ, ഫ്രിഡ്ജ് സംവിധാനങ്ങളോടെ. ഇതങ്ങനെയൊന്നുമില്ല. ഒരു തലക്കറി ഉണ്ടാക്കിയാൽ ദിവസങ്ങളോളം അത് ചൂടാക്കി രുചി കൂട്ടിക്കൊണ്ടിരിക്കും. ഒരു തവണ ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കരുത് എന്നാണ് വ്യവസ്ഥ. എന്നാൽ ഷാപ്പുകളിൽ അങ്ങനെയൊന്നുമല്ല. എണ്ണ പിന്നെയും ഉപയോഗിക്കും. രുചി കൂടും, പക്ഷേ മരണം അടുത്തെത്തും. പാത്രങ്ങൾ അണുവിമുക്തമായി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ പാത്രങ്ങൾ ചേറിൽ മുക്കി ചെളിയിലേക്ക് വലിച്ചെറിയുന്നവരോട് നമ്മൾ എന്തു പറയാൻ? പാചകക്കാർ, വിളമ്പുകാർ എന്നിവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പിടിച്ചു നിർത്തി അവനെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കുമ്പോൾ ഇതൊക്കെ എത്രമാത്രം പാലിക്കാൻ കഴിയും? ഇറച്ചി, മീൻ എന്നിവ സുരക്ഷിതമെന്ന് ഉറപ്പാക്കി മാത്രം പാചകം ചെയ്യേണ്ടതാണ്. എന്നാൽ അസുഖം പിടിച്ച് ചത്ത കാളയുടെയും പോത്തിൻ്റെയും ഒക്കെ ഇറച്ചി ഇപ്പോൾ പല ഷാപ്പുകളിലും ഒരു പ്രത്യേകതയാണ്. കാരണം വില കുറഞ്ഞ സാധനം കിട്ടുമല്ലോ. മനുഷ്യനെ കൊന്നു തീർക്കാൻ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ? അധികൃതർ കണ്ണു തുറക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.